കഴിഞ്ഞ എപ്പിസോഡിൽ വീട് വിട്ടു പോയ അമൃതയ്ക്ക് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഒന്നും പറ്റിയില്ല. 5 മിനിറ്റ് കഴിയുമ്പോ തിരിച്ചൊന്ന്. നീ എങ്ങനെ ഇവിടെ വന്നു? മുറി വിട്ട് പുറത്തു പോരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മുറിയുടെ പുറത്താ അമൃതാവിലെ. ഞാൻ അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോയി വന്നമ്മേ. നടക്ക്. അവൾ ആർക്കോ വേണ്ടിയാ നുണ പറയുന്നത്? എനിക്കത് ഉറപ്പാ. എന്റെ പൊന്ന് പ്രേം നസീറെ, അല്ല മധു, പിന്നെ അവിടെ ആരുള്ള വർഷമല്ലാണ്ട് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മോങ്ങുന്നേ? അതോ എനിക്കും ചോദിക്കാനുള്ളത്. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ചോ? ഏയ് ഇല്ല. അതോ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചോ? ഉമ്മർലാദേവി മലയാളത്തിലെ പ്രമുഖ നടനായ. നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ടോ? അടിച്ചില്ല, എടുത്തെറിയത്. നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാനും മധുമതിയും തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. അത് ശരിയാ. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ചുമ്മാ അങ്ങോട്ട് എത്തള്ള. ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? അതെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? പല കാര്യങ്ങളിലും അമ്മ ഉറച്ചൊരു തീരുമാനം എടുക്കാത്തോണ്ടാ ഊർമിള ഇങ്ങനെയൊക്കെ. അതെ, ഇയാള് കുറെ തീരുമാനം എടുത്ത്. നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലാന്ന് എനിക്കറിയാം. എന്നാലും എന്തായിരിക്കും കിട്ടാത്തത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമൃതേനെ പിന്നെ ഉമ്മർലാദേവി ഇറക്കി വിടും. നിനക്ക് വീട്ടിൽ പോകണമെന്നല്ലായിരുന്നു ആഗ്രഹം, ഇറങ്ങി പോടിയെന്ന് പറയും. ആവശ്യമില്ലാത്തത് എന്ത് വീട്ടിലിരുന്നാലും അത് വലിച്ചെറിയണം. ഓ റിയലി? ഊർമിളെ കവി ബി ലൈക്ക്. എന്നിട്ട് എന്താ ഉമ്മർലെ നീ എന്നെ വലിച്ചെറിയാത്തത്? അങ്ങനെ ഉമ്മർലാദേവി അമൃതേനെയും കൊണ്ട് മായാവതിയുടെ അടുത്തെത്തും. അപ്പൊ മായാവതി സന്തോഷിക്കും. അപ്പൊ ഉമ്മർല വന്നിട്ട് പറയും, അയ്യേ പറ്റിച്ചേ, ഇതൊരു പ്രാങ്ക് ആയിരുന്നേ. അങ്ങനെ ചക്കിക്കും വല്യച്ഛനും ഒക്കെ ഉമ്മർലാദേവി വാങ്ങിച്ച ഗിഫ്റ്റ് അമൃത വാങ്ങിച്ചതാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വല്യച്ഛന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് അമൃത തിരിച്ചു വരും. ക്ക് ചിത്രം വരയ്ക്കാൻ വലിയൊരു വൈറ്റ് ബോർഡും വാങ്ങിച്ചു കൊടുക്കും, കുറച്ച് കളറും വാങ്ങിച്ചു കൊടുക്കും. പറയും, പടം വരയ്ക്കുമ്പോളെ വലിയ ചിത്രകാരിയാവുന്നു. നിന്നെ അറിയാത്തവര് നിന്റെ ഈ സ്നേഹം കണ്ടാൽ അതിശയിച്ചു പോകും. ഇത്രയും അഹങ്കാരിയായ സ്ത്രീയോ എന്ന്. ശരിയാ, ഞാനും തെറ്റിദ്ധരിച്ചു. ഈ മാലും കമ്മലൊക്കെ ഇടുന്നുള്ളൂ, ഒരു പാവം അത്. മറ്റുള്ളവർക്ക് തോന്നുക നീ ഒരു 4-കിട അമ്മായിമ്മയാണെന്ന്. സത്യം തന്നെയല്ലേ, തിരുത്തണ്ട. അന്നവളെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു ഇവളാണ് എന്റെ മരുമകളെന്ന്. നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ മരുമോൾ അറ്റ് ഫസ്റ്റ് സൈറ്റ്. കറക്റ്റ് അല്ലേ? ഉമ്മർലാദേവി കരയുന്നു. അഞ്ജലിക്കൊരു വിവാഹാലോചന. അത് കഴിഞ്ഞ് നമ്മുടെ അഞ്ജലിക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുകയാണ്. വേറെ എവിടെ നിന്നല്ല, സോമനാഥ് അസോസിയേറ്റ്. സോംനാഥ് അസോസിയേറ്റ്സ് നമ്മുടെ ഈക്വലന്റ് ബിസിനസ് ഗ്രൂപ്പാണ്. ഇവരൊക്കെ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയണ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അമ്മേ, ഇന്നൊരു പൂജ നടത്തണം. അഞ്ജലി പൂജ ചെയ്യട്ടെ. അത് ശരി, കല്യാണാലോചന വന്നാലും പൂച്ചയാ. നിവേദ്യത്തിന് പൊങ്കലായിക്കോട്ടെ. അപ്പൊ ഈ പൂജയ്ക്ക് വേണ്ടിട്ട് പൊങ്കൽ വെക്കാൻ വേണ്ടിട്ട് അമൃതേനെ ഏൽപ്പിക്കും. ഈ പൊങ്കലിലാണെങ്കിൽ സവാളയും ഇഞ്ചിയും ഇതൊന്നും ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവുന്നതാണ് ഉമ്മർലാദേവി പറയുന്നത്. പൊങ്കലിൽ ഭഗവാൻ സവാള ഇഞ്ചിയൊക്കെ ഇട്ട് കഴിച്ചോട്ടെ. ഇത് വർഷ കേൾക്കും. വർഷ ഇടാൻ പാടില്ലല്ലേ? ഞാൻ നേറ്റ് എടി അമ്മ വിളിക്കുന്നെന്ന്. പൊങ്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ വർഷ ഫോൺ കൊണ്ടുപോയി അമൃതയുടെ കൊടുത്തിട്ട് അമൃതേനെ നൈസായിട്ട് അടുക്കളയിൽ നിന്ന് മാറ്റും. എന്നിട്ട് അമൃത കാണാണ്ട് സവാള അരിഞ്ഞിട്ട് പൊങ്കലിടും. നിവേദ്യം എടുത്തു വെച്ചിട്ടില്ലേ? പൂജാമുറി ഒരുക്കി കഴിയുമ്പോ ഉമ്മർലാദേവി പറയും, നിവേദ്യം വെക്ക്, വേഗം എടുത്തോണ്ട് വരാൻ പറയും. ഞാൻ പഴനി പോയി തലമുണ്ടനം ചെയ്യും. അത് കഴിയുമ്പോ ഉമ്മർലാദേവിയും വർഷയും ഒരു ബെറ്റ് വെക്കും. പൊങ്കലില് സവാള ഉണ്ടെങ്കിൽ ഉമ്മർലാദേവി തല മുണ്ടനം ചെയ്യുന്നു പഴനി പോയിട്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ചട്ടുകാലുമായി നടക്കാം. ഇൻ കേസ് സവാള ഇല്ലെങ്കിലോ വർഷ ചട്ടുകാലിയായിട്ട് നടക്കണം. വർഷാവിലേക്ക് ഞാനല്ലേ സവാള ഇട്ടത്. ഇന്ന് ഉമ്മർലാദേവിയുടെ തല മോഷ്ടടിച്ചു തന്നെ ഞാൻ. അമൃത പോയിട്ട് വേറൊരു പാത്രത്തിലിരുന്ന പൊങ്കൽ പകർത്തി ഇല വെച്ച് മൂടിയിട്ട് നടന്നു വരും. എന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോ ഇല മാറ്റും. സവാള കാണാനില്ല. ഇത് അവിടെ നിന്ന് പകർത്തിയപ്പോ അമൃത നീ കണ്ടില്ലേ? വർഷിച്ച സവാള ഇഞ്ചിയൊക്കെ ഇട്ടതാണല്ലോ. അപ്പൊ അമൃത ആലോചിക്കും, ഷേ സവാള ഇരുന്നത് ഞാൻ കണ്ടതാണല്ലോ, ഈ സവാള എവിടെ പോയി? നിന്നെ ഇഷ്ടമുള്ള ആരെങ്കിലും ചെയ്തതാവാം. അവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ ഉമ്മർലാദേവി ഇത് നേരത്തെ മനസ്സിലാക്കി ഉമ്മർലാദേവി വേറെ പൊങ്കൽ ഉണ്ടാക്കിണ്ടായി. നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ? മുത്തശ്ശി, പിന്നെ മധുമതി അമ്മ. അപ്പോ ഞാൻ ഈ ലിസ്റ്റിലില്ലേ? ചോദിക്കങ്ങോട്ട്. പിന്നെ ഏത് ലിസ്റ്റിലാ? ഞാൻ അമ്മയെ ആ ലിസ്റ്റിലല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്റെ അവകാശം. അവകാശം? അതെന്ത് തേങ്ങ? അമ്മ എന്റെ അവകാശം. അപ്പൊ അവകാശം ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവില്ലേ? മോളെ, നമ്മുടെ ഉമ്മർലാദേവി എന്ത് ധ്യാനം കൂടി തോന്നുന്നുണ്ട്. സ്വഭാവത്തിലൊക്കെ എന്തൊരു മാറ്റം അല്ലേ? ഒരു ഫോൺ വന്നാ അത് എടുക്കണം. എടുക്ക. അപ്പൊ അമൃത അവിടെ നിൽക്കായിരിക്കട്ടാ. അപ്പൊ അർജുന്റെ ഫോൺ ബെല്ലടിക്കും. അപ്പൊ ഉമ്മർലാദേവി പറയും, നീയാണ് ഭാര്യ, നീ എന്ത് ചെയ്യണം? നീ അവളുടെ ഫോൺ എടുക്കണം. എന്താ? ഹലോ. അപ്പൊ അർജുൻ വരും. അർജുൻ വരുമ്പോ ഗണേഷ് ഇന്നസെന്റിനെ മൺചിത്രത്താഴിൽ ഒറ്റയ്ക്കാക്കിട്ട് പോണത് പോലെ ഉമ്മർലാദേവി അമൃതേനെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോക്കങ്ങോട്ട് പോകും. അല്പം മെന്റൽ ഡിസീസ് ഉള്ള കുട്ടിയാ. അത് ശരി, നീ അവള് കൊള്ളലടാ വന്നീ. നിന്നോട് ഫോൺ എടുക്കാൻ ആരാ പറഞ്ഞേ?
ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണുന്ന നമ്മുടെ ഉമ്രള ഇവിടെ ഉണ്ടായിരുന്ന ധൈര്യമായിട്ട് പ്രശ്നങ്ങളെ നീ നേരിടണം. അമൃതാബിലെ തള്ള മര്യാദക്ക് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞതാ. നിങ്ങളാണ് എടുക്കെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത അടിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമില്ല. ചെല്ല്, സ്നേഹത്തോടെ അവൻ ഒരു കപ്പ് കോഫി കൊണ്ട് കൊടുക്ക. അപ്പൊ ഉമ്രലാദേവി അമൃതയ്ക്ക് അർജുനെ വളയ്ക്കാൻ ഐഡിയ പറഞ്ഞു കൊടുക്കും. അവൻ ചിലപ്പോ അത് തട്ടിത്തെറിപ്പിച്ചെന്ന് വരാം. ഓ അപ്പൊ ഇത് ഇതിൽ ഐഡിയ ആയിരുന്നല്ലേ. എടായി കോഫി. എന്താ റൊമാൻസാ? റൊമാൻസ് റൊമാൻസിന് പറ്റിയൊരു മോന്ത. അപ്പൊ നിന്റെയോ? നിന്നോട് ഞാനിപ്പോ കോഫി കൊണ്ടുവരാൻ പറഞ്ഞു. തിലകന്റെ ഡയലോഗ്. നീ എന്നെ പരിഹസിക്കാനല്ലേ? അർജുന്റെ കലിപ്പൊന്നും മറക്കാവുള്ളാട്ടാ. അപ്പൊ അർജുന്റെ മെയ് ലീഗും അങ്ങോട്ട് കറക്റ്റാവും. അഞ്ജലിയുടെ വിവാഹം കൂടെ കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം. ആ എന്താ മുത്തശ്ശി കഴിഞ്ഞില്ലേ കണ്ണടയ്ക്കാൻ പറ്റില്ല? എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട്. എന്തിനാ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? ഈ വിവാഹം നടക്കില്ലെന്ന് ഞാൻ അവരെ അറിയിക്കാൻ പോവാ. അതെന്തോ? അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ അമ്മ മരിക്കാനാണെങ്കിൽ അവൾക്ക് വിവാഹം വേണ്ട. ഓ ഷീൻ. അർജുന്റെയും മക്കളുടെ വിവാഹം കൂടെ കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ മുത്തശ്ശിക്ക് ഒരിക്കലും മരിക്കേണ്ടി വരില്ല. ഈ അമൃതയും അർജുനും കൂടി ഒന്നായിട്ട് വേണ്ടേ ഒരു കുഞ്ഞിക്കാല് കാണാൻ? പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ അറേഞ്ച് ചെയ്യണം. ദേ പൂജ, ഇതെന്താണിത്? പൂജ ഫാമിലിയാ? ഇളയമ്മേ, ആ, എനിക്കും എന്തെങ്കിലും ഒരു ജോലി താ. ഒരാവശ്യമില്ല, ചുമ്മാ പോയിട്ട് അങ്ങോട്ട് പണി വാങ്ങിക്ക. ഈ വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അലങ്കരിക്കാനുള്ള ജോലി നിനക്ക്. വർഷമീലേക്ക് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നീ ഈ വീട് വിട്ട് പോണം. നല്ല നാത്തൂൻ എവിടെ കിട്ടും ഇങ്ങനത്തെ നാത്തൂനെ? എല്ലാവരും അഞ്ജലിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മാല കൊടുത്തോട്ടെ. യോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞവർക്ക് ഇനി ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കാണ്ടാ കേട്ടോ. ആഹാ, അർജുൻ, അന്യനിൽ നിന്ന് അമ്പിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുണ്ട് അർജുന്റെ. എന്താ അമൃതയും അമ്മയും അടുത്തത് അർജുൻ ഇഷ്ടമായില്ല. അർജുന് പോസസീവ്നെസ്. കൃത്യസമയം പാലിക്കുന്നത് എന്റെ ഒരു ശീലമാണ്. ഒരു കല്യാണാലോചന വന്നപ്പോഴേക്കും വീട് മാറിയ. എന്റെ മരുമകള് അമൃത, അർജുന്റെ ഭാര്യ. അമൃതനെ പെണ്ണ് കാണാനാണോ വന്നേ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കാണാൻ ബുദ്ധിമുട്ടാ. അർജുൻ, യു ആർ സോ ലക്കി. ലക്കിയല്ല, അവൻ പക്കിയായിരിക്കും. സോമനാഥന്റെ മൂത്ത മോനും മരുമോളായിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ ഈ ഡയലോഗ് കേൾക്കുമ്പോ അവൻ എന്റെ ഭാര്യനെ കണ്ടപ്പോ അമ്മ അച്ഛൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞേ. അപ്പൊ വർഷം വരും. ഇതെന്റെ മരുമകൾ വർഷ. ഹലോ. ഹലോ, ഹായ്. മധുമതിയുടെ മരുമോള് കുറച്ച് മോഡേൺ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇതാണ് മോഡേൺ. നൈസ്. വർഷമീലേക്ക് സൂപ്പറാ. അമൃത, ആ ഫ്രൂട്ട്സ് എടുത്തോണ്ട് വരും. അപ്പൊ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമൃതേനോട് പഴം എടുത്തോണ്ട് വരാൻ. അപ്പൊ വർഷയ്ക്ക് നമ്മുടെ സാമിയുടെ ഒരു ശൈലിയ എന്ന് പറയുന്ന ആള് കുറെ ചീഞ്ഞ പഴം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമൃതേ, അങ്ങനെ അമൃത താക്കോല് കറക്കിക്കൊണ്ട് പോകുമ്പോ വർഷ അമൃതന്റെ റൂമിലിട്ട് അങ്ങോട്ട് പൂട്ടും. എന്നിട്ട് ചീഞ്ഞ പഴം എടുത്ത് തട്ടിൽ വെക്കും. അഞ്ജലി ഫ്രൂട്ട് കൊടുക്കാൻ പോകുമ്പോ വർഷ ഇടങ്ങാലിട്ട് വീഴ്ത്തും. ഈ പ്രപ്പോസൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും അങ്ങനെ കല്യാണം മുടങ്ങും. നിങ്ങളുടെ മകള് ഞങ്ങളുടെ കുടുംബത്തിൽ കാലെടുത്ത് വെച്ച കുടുംബം മുറിഞ്ഞു പോകും. സത്യം ചേട്ടാ, ചേട്ടന് ബുദ്ധിയുണ്ട് കേട്ടോ. കല്യാണം മുടങ്ങി നിറഞ്ഞ ഉമ്മർലാദേവി ഭദ്രകാളിയാവും. എന്നിട്ട് അമൃതയുടെ കാലിക്ക് പിടിച്ചിട്ട് ഇടി ബഹളം. അമ്മേ ശരി സ്വപ്നായിരുന്ന നിങ്ങളെന്താ ആളെ പറ്റിക്ക? നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുമതി ചെന്നിട്ട് വാതിൽ തുറക്കുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ തെറിച്ച് വീഴും. ചീഞ്ഞ പഴം കാണും. എന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റും. ഇതിന്റെ ചീത്ത കൂടി അമൃത കേൾക്കേണ്ടി വരും. അവർക്ക് കൊടുക്കാൻ ചീഞ്ഞ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് നീയല്ലേ? അമൃതയുടെ വായിൽ പഴവട്ടാ. അതൊട്ട് പുള്ളിക്കാരി ഒന്നും മിണ്ടൂല. ഇങ്ങനെ നിന്ന് കരയും. ഒരു CCTV വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഈ ദേശായി കുടുംബത്തിലുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മിണ്ടി പോവരുത്. എന്റെ പൊന്നു ഉമ്മർലാദേവി, വർഷയാണ് ഈ ഫ്രൂട്ട്സ് മാറ്റിയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ? നീ എത്ര മാപ്പ് പറഞ്ഞാലും ഈ തെറ്റ് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ക്ഷമിക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും അമ്മ എന്റെ അടുത്തേക്കൊന്ന് വരുമോ? ദേ ഇരുന്ന് കരയണ്. ഇവിടെ ആദ്യം എടുത്ത് തോട്ടിലെറിയണം. എന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഉമ്മറിലേക്ക് വിഷമം, അമൃതയ്ക്ക് കരച്ചിൽ. ഉമ്മറിലേക്ക് വിഷമം, അമൃതയ്ക്ക് കരച്ചിൽ. കൈപ്പിഴ വരാതെ സൂക്ഷിക്കേണ്ടതല്ലേ? ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ സ്ട്രിക്റ്റാ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതെനിക്കറിയാലോ. എന്തായാലും ബാലചന്ദ്രനോട് എന്നെ വന്നത് കാണാൻ പറയൂ. ബാലേന്ദ്രനാ? ഏത് ചന്ദ്രൻ? വിവാഹം ഉടനെ നടക്കുമോ? പ്രധാന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജലിനെ ആരോ ഷാഡോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഷാഡോ ഇട്ട ചെക്കനെ കാണിക്കും. കൊള്ളാവോ? പമ്പോ റോൾഡ് ഗോൾഡിന്റെ കമനീയ ശേഖരം.